ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നടന്ന മേട്രൺ ഗ്രേഡ് 1 പരീക്ഷയുടെ ആൻസർ കീയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇന്ന് പരീക്ഷ എഴുതിയിട്ടുള്ള കൂട്ടുകാർ മാക്സിമം കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇതൊരു 10th ലെവൽ മെയിൻ എക്സാമിനേഷൻ്റെ സിലബസ് വെച്ചുള്ളൊരു പരീക്ഷയാണ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 149/2025 ആണ്. മേട്രൺ ഗ്രേഡ് 1 എക്സാം ആണ്. അപ്പോൾ നമുക്ക് നോക്കാം, ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തെ ചോദ്യം എന്താണ്? ഫ്രഞ്ച് വിപ്ലവത്തെ സംബന്ധിച്ച് തന്നിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെ? ഫ്രഞ്ച് വിപ്ലവത്തെ സംബന്ധിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണെന്നാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. മൂന്നാം എസ്റ്റേറ്റ് പ്രതിനിധികൾ ടെന്നീസ് കോർട്ടിൽ സമ്മേളിച്ചു. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതുപോലെ തന്നെ 1791 ജൂലൈ 14 ജനക്കൂട്ടം ബാസ്റ്റൺ കോട്ട ആക്രമിച്ചു. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതുപോലെ തന്നെ അബേസിയസ് മിറാബോ എന്നിവരായിരുന്നു ദേശീയ അസംബ്ലിയുടെ നേതാക്കന്മാർ. അത് ശരിയായിട്ടുള്ള ഓപ്ഷൻ ബി ആണ് ഒന്നിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഒന്നാമത്തെയും മൂന്നാമത്തെയും പ്രസ്താവനകൾ മാത്രം ശരിയാണ്. അപ്പോൾ ഒന്നിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ. രണ്ടാമത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങളെ ശരിയായ കാലഗണന ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതാണ്? ആറ്റിങ്ങൽ കലാപം, അതിനുശേഷം കുളച്ചൽ കലാപം, അവസാനം തൃപ്പടിദാനമാണ് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ. 2, 1, 3 ആണ്. രണ്ടിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. മൂന്നാമത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ കണ്ടെത്തുക. ശരിയായ ജോഡികൾ കണ്ടെത്തുക. ഇതിനകത്ത് ശരിയായിട്ടുള്ളത് നിഴൽ താങ്കലുകൾ, വൈകുണ്ഠസ്വാമികൾ മാത്രമാണ് ശരിയായിട്ടുള്ള ജോഡികൾ. അപ്പോൾ മൂന്നിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. രണ്ടാമത്തേത് മാത്രം എന്നുള്ളതാണ്. ഇനി നമുക്ക് നാലാമത്തെ ചോദ്യം നോക്കാം. ചുവടെ തന്നിരിക്കുന്നവയിൽ നിസ്സഹകരണ സമരവുമായി ബന്ധമില്ലാത്തത് ഏതെന്നാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. എൽബർട്ട് ബിൽ വിവാദമാണ്. 4ൻ്റെ ആൻസർ ഓപ്ഷൻ ബി, എൽബർട്ട് ബിൽ വിവാദമാണ്. അഞ്ചാമത്തെ ചോദ്യം, വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ ഏതാണ്? ശരിയായ പ്രസ്താവനകൾ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? കോഴഞ്ചേരി പ്രസംഗത്തിൻ്റെ പേരിൽ സി കേശവൻ അറസ്റ്റിലായത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. രണ്ടെന്താണ്? സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരം ശരിയാണ്. മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ സവർണ ജാഥ സംഘടിപ്പിച്ചു ശരിയാണ്. EV രാമസ്വാമി നായ്ക്കർ സമരത്തെ പിന്തുണച്ചു ശരിയാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 2, 3, 4 പ്രസ്താവനകൾ മാത്രമാണ് ശരിയായിട്ടുള്ളത്. 5ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇനി ആറാമത്തെ ചോദ്യം നോക്കാം. ഉത്തര ധ്രുവത്തിനടുത്തുള്ള ഈ ദ്വീപ് പ്രദേശം ഡെൻമാർക്കിൻ്റെ അധീനതയിലുള്ള അർദ്ധ സ്വയംഭരണ മേഖലയാണ്. സിംഹഭാഗവും വർഷം മുഴുവൻ മഞ്ഞു മൂടിക്കിടക്കുന്നു. അമേരിക്കൻ ഐക്യനാടുകളുടെ സുരക്ഷിതത്വത്തിന് ഈ മേഖല നിർണായകമാണ്. ഇത് കാരണമാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ പ്രദേശത്തെ നിയന്ത്രണത്തിനായി ശ്രമിക്കുന്നത്. ചുവടെ നൽകിയിരിക്കുന്ന ഏത് പ്രദേശത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നതാണ്? ആൻസർ ഓപ്ഷൻ എ, ഗ്രീൻലാൻഡ് ആണ് കേട്ടോ. ഓപ്ഷൻ എ, ഗ്രീൻലാൻഡ് ആണ്. ഏഴാമത്തെ ചോദ്യം, വിവിധ തരം മഴകളെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത് ഏതൊക്കെ? ഇതിനകത്ത് ശരിയായിട്ടുള്ളത് നമുക്ക് പറഞ്ഞു പോകാം. പർവ്വതങ്ങളുടെ കാറ്റിന് അഭിമുഖമായ വശങ്ങളിൽ തട്ടി ഉയർന്നു പൊങ്ങി തണുത്തുറഞ്ഞ് പെയ്യുന്ന മഴയാണ് ശൈലവൃഷ്ടി. അത് ശരിയായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ രണ്ടാമത്തേതും ശരിയാണ്. വായു ചൂടാക്കുമ്പോൾ ഭാരം കുറഞ്ഞ് വികസിച്ച് മുകളിലേക്ക് ഉയർന്ന് ഘനീഭവിച്ചുണ്ടാകുന്ന ഇടിമിന്നലോട് കൂടിയ മഴയാണ് സംവഹന വൃഷ്ടി. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അപ്പം ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 1, 2 എന്നിവ മാത്രമാണ്. 7ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. എട്ടാമത്തെ ചോദ്യം, ചുവടെ നൽകിയിരിക്കുന്ന പട്ടികയിൽ സമുദ്രജല പ്രവാഹങ്ങളും അവ കാണപ്പെടുന്ന സമുദ്രങ്ങളും ശരിയായി യോജിപ്പിക്കുക എന്നുള്ളതാണ് നിൽക്കുന്നത്. അപ്പോൾ നോക്കാം. അഗുൽ ഹാസ് പ്രവാഹം ഇന്ത്യൻ മഹാസമുദ്രവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ കുറോഷ്യ പ്രവാഹം പസഫിക് സമുദ്രവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ലാബ്രഡോർ പ്രവാഹം അറ്റ്ലാന്റിക് സമുദ്രവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഹംബോൾട്ട് പ്രവാഹം ഏതാണ്? ആർട്ടിക് സമുദ്രവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. 8ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് അപ്പം വരുന്നത്. 1C, 2A, 3B, 4D ആണ് വരുന്നത്. ഒൻപതാമത്തെ ചോദ്യം, പശ്ചിമഘട്ടത്തെയും പൂർവ്വഘട്ടത്തെയും താരതമ്യം ചെയ്യുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. പശ്ചിമഘട്ടത്തെ പൂർവ്വഘട്ടമായി അപേക്ഷിച്ച് ഉയരം കൂടിയതും തുടർച്ചയായതുമാണ്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. രണ്ടാമത്തെ നോക്കാം. പൂർവ്വഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. മൂന്നാമത്തെ നോക്കാം. മഹാനദി, ഗോദാവരി തുടങ്ങിയ നദികൾ പൂർവ്വഘട്ടത്തെ മുറിച്ച് കടന്നു പോകുന്നു. അത് ശരിയായിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ എന്താണ് ശരിയായത് മാത്രം തിരഞ്ഞെടുക്കുന്നതാണ്. ഓപ്ഷൻ സി ആണ്. 1, 3 എന്നിവ മാത്രമാണ് ശരിയായിട്ടുള്ളത്. 9ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. പത്താമത്തെ ചോദ്യം, വിദൂര സംവേദനം സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അപ്പം നോക്കാം. ഒരു വസ്തുവിനെയോ പ്രദേശത്തെയോ സംബന്ധിച്ച വിവരങ്ങൾ സ്പർശന ബന്ധം കൂടാതെ ശേഖരിക്കുന്ന രീതിയാണ് അത് ശരിയാണ്. കൃത്രിമ ഉപഗ്രഹങ്ങൾ വിദൂര സംവേദനത്തിന് വ്യാപകമായി ഉപയോഗിക്കുന്നു. അതും ശരിയാണ്. ഭൂവിനിയോഗം, ധാതു സമ്പത്തുകളെ കണ്ടെത്തൽ തുടങ്ങിയ മേഖലകളിൽ ഇത് പ്രയോജനകരമാകുന്നു. അപ്പം ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 സ്റ്റേറ്റ്മെൻറ്റ് എന്നിവയെല്ലാം
ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. 10ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 11ാമത്തെ ചോദ്യം നോക്കാം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം എന്നാണ്. ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള പാളിയാണ് ഭൂവൽക്കം, ശരിയാണ്. ഭൂവൽക്കത്തിനും കാമ്പിനും ഇടയിലായി മാൻഡിൽ സ്ഥിതി ചെയ്യുന്നത്, ശരിയാണ്. ഭൂമിയുടെ കേന്ദ്രഭാഗത്തുള്ള പാളിയാണ് കാമ്പ്. ഇത് പ്രധാനമായും നിക്കലും ഇരുമ്പും കൊണ്ട് നിർമ്മിതമാണ്. അപ്പം അതും ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് 11ൻ്റെ ആൻസർ. 1, 2, 3 എന്നിവയെല്ലാം ശരിയാണ്. ഈ 3 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. 12ാമത്തെ ചോദ്യം നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ISROയുടെ നിസാർ ദൗത്യത്തെക്കുറിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇത് നാസയും ISROയും സംയുക്തമായി നടത്തുന്ന ഒരു ബഹിരാകാശ ദൗത്യമാണ്, ശരിയാണ്. നിസാറിനെ പറ്റിയാണ്, അത് ശരി. 1ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. 2ാമത്തെ നോക്കാം. ഇത് ഭൂമിയുടെ ഉപരിതല മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനുള്ള റഡാർ ഇമേജിംഗ് ഉപഗ്രഹ ദൗത്യമാണ്, ശരിയാണ്. ഈ ദൗത്യത്തിൽ ഉപയോഗിക്കുന്ന GSLV Mark 3 എന്ന വിക്ഷേപണ വാഹനമാണ്, അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റാണ്. ഒപ്പം 12ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 1, 2 മാത്രം ശരിയാണ്. 13ാമത്തെ ചോദ്യം. ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷന്റെ അവസാന ഡെപ്യൂട്ടി ചെയർമാൻ ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, മൊണ്ടേക് സിംഗ് അലുവാലിയാണ്. 14ാമത്തെ ചോദ്യം. ഇന്ത്യൻ സമ്പത്ത് വ്യവസ്ഥയിൽ ഉത്തര മഹാസമതലത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എന്തൊക്കെയാണ്? ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്നത്, ശരിയാണ്. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും ജനനിബിഡമായ പ്രദേശം, ശരിയാണ്. ഉയർന്ന വ്യവസായ പുരോഗതി, അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഒപ്പം ഓപ്ഷൻ എ ആണ്. 14ൻ്റെ ആൻസർ 1ഉം 2ഉം ശരി, ഓപ്ഷൻ എ ആണ് വരുന്നത്. 15ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, പരുത്തി തുണി വ്യവസായമാണ്. 16ാമത്തെ ചോദ്യം. സാധാരണയായി ബാങ്കുകൾ ഓവർഡ്രാഫ്റ്റ് സൗകര്യം നൽകുന്നത് ഏതുതരം ഡെപ്പോസിറ്റ് ഉള്ളവർക്കാണ്? ആൻസർ ഓപ്ഷൻ ഡി, പ്രചലിത നിക്ഷേപം. 17ാമത്തെ ചോദ്യം. ഇന്ത്യൻ സമ്പത്ത് വ്യവസ്ഥയിൽ തൃതീയ മേഖലയുടെ പ്രാധാന്യം വർദ്ധിക്കുന്നതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ്. അപ്പോൾ നമുക്ക് നോക്കാം. 1ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. പ്രൈമറി സെക്കൻഡറി മേഖലകളുടെ വികസനം കൂടുന്നതിനനുസരിച്ച് സേവനങ്ങൾക്കുള്ള ഡിമാൻഡ് വർദ്ധിച്ചു, അത് ശരിയാണ്. വരുമാന നിലവാരം കൂടുന്നതിനനുസരിച്ച് ആളുകൾ സേവനങ്ങൾ കൂടുതലായി ഡിമാൻഡ് ചെയ്യുന്നത്, ശരിയാണ്. ICT പോലുള്ള സേവനങ്ങളുടെ പ്രാധാന്യം വർദ്ധിച്ചു, ശരിയാണ്. ഇന്ത്യ കാർഷിക വികസനത്തിന് സാധ്യതകളില്ല, അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റാണ്. ആൻസർ അപ്പോൾ ഏതാണ്? 17ൻ്റെ ഓപ്ഷൻ ബി ആണ്. 1, 2, 3 എന്നിവ ശരിയാണ്. 18ാമത്തെ ചോദ്യം. 2022 നോട്ട് ചെയ്തോണ്ട് 2022 സാമ്പത്തിക ശാസ്ത്ര നോബൽ പ്രൈസ് ജേതാക്കൾ ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ബെൻ എസ് ബെർനാഗ്, ഡഗ്ലസ് ഡയമണ്ട്, ഫിലിപ്പ് വിഗ് ആണ് കേട്ടോ. അപ്പോൾ 18ാമത്തെ ക്വസ്റ്റ്യൻ കുറച്ച് ടഫായി പോയി. 2022 സാമ്പത്തിക ശാസ്ത്ര നോബൽ പ്രൈസ് ജേതാക്കളെയാണ് ചോദിച്ചത് കേട്ടോ. അപ്പം അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 19ാമത്തെ ചോദ്യം. മേക്ക് ഇൻ ഇന്ത്യ സംരംഭവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 2014 ഭാരത സർക്കാർ തുടങ്ങിയ ഒരു സംരംഭം, ശരിയാണ്. അന്തർദേശീയ സ്ഥാപനങ്ങളുടെ ഇന്ത്യയിലേക്കുള്ള കടന്നുവരവ് നിരുത്സാഹപ്പെടുത്തുക എന്നതാണ് ലക്ഷ്യം, അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റാണ്. ദേശീയ സ്ഥാപനങ്ങളുടെ ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കുക എന്നാണ് ഉദ്ദേശം. അപ്പം 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. 19ൻ്റെ ആൻസർ ഓപ്ഷൻ ബി, 1ഉം 3ഉം ശരിയാണ്. 20ാമത്തെ ചോദ്യം. 2025 ഇന്ത്യൻ പാർലമെൻറ്റ് പാസാക്കിയ വഖഫ് ഭേദഗതി ബിൽ പരിഗണിച്ച ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി അഥവാ JPC-യുടെ ചെയർമാൻ ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ എ ആണ്, ജഗദാംബിക പാലാണ്. 21ാമത്തെ ചോദ്യം. ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും വനിതകൾക്ക് 33% സംവരണം നടപ്പിലാക്കാൻ നിർദ്ദേശിക്കുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, 106ാം ഭരണഘടനാ ഭേദഗതിയാണ്. 22ാമത്തെ ചോദ്യം നോക്കാം. ഇന്ത്യൻ ഭരണഘടന പ്രകാരം പൗരത്വം ആർജിക്കാനുള്ള മാർഗ്ഗങ്ങൾ താഴെ പറയുന്നു. ഇവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതാണെന്ന് നോക്കാം. ജന്മസിദ്ധമായ പൗരത്വം, ശരിയാണ്. പിന്തുടർ വഴിയുള്ള പൗരത്വം, ശരിയാണ്. രജിസ്ട്രേഷൻ വഴിയുള്ള പൗരത്വം, ശരിയാണ്. പ്രദേശ സംയോജനം മൂലം ലഭിക്കുന്ന പൗരത്വം, ശരിയാണ്. അപ്പോൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, എല്ലാം ശരിയെന്നാണ്. 23ാമത്തെ ചോദ്യം. നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായിട്ടുള്ളത് ഏതാണ്? അതിൻ്റെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഓപ്ഷൻ എ ആണ് വരുന്നത്. ഏതാണ്? നിർദ്ദേശക തത്വങ്ങൾ ന്യായവാദാർഹങ്ങളാണ്, അവ ലംഘിക്കപ്പെട്ടാൽ പൗരന് കോടതിയെ സമീപിക്കാവുന്നതാണ് എന്നുള്ളത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റാണ്. 23ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 24ാമത്തെ ചോദ്യം നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക പരിശോധിച്ച് ശരിയായത് കണ്ടെത്തുക എന്നാണ്. അപ്പം യൂണിയൻ ലിസ്റ്റ്, സംസ്ഥാന ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. യൂണിയൻ ലിസ്റ്റ് നോക്കാം. പ്രതിരോധം, ആണവോർജ്ജം, തുറമുഖങ്ങൾ, ആദായ നികുതി, ശരിയാണ്. സംസ്ഥാന ലിസ്റ്റ് മൃഗസംരക്ഷണം, പൊതുജനാരോഗ്യം, പ്രാദേശിക ഗവൺമെൻറ്റുകൾ, ജയിൽ, ശരിയാണ്. കൺകറന്റ് ലിസ്റ്റ് വിദ്യാഭ്യാസം, വനങ്ങൾ, വിവാഹവും വിവാഹമോചനവും, മായം ചേർക്കൽ, അപ്പോൾ ശരിയാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇവയെല്ലാം ശരിയായിട്ടുള്ളതാണ്. 25ാമത്തെ ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ച മൗലികാവകാശം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ഭരണഘടനാപരമായിട്ടുള്ള പരിഹാരത്തിനുള്ള അവകാശം. 26.
ഭരണഘടനാ നിർമ്മാണ സമിതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണെന്നുള്ളത്. ഇതിനകത്ത് ശരിയായിട്ടുള്ളത് 2ഉം 4ഉമാണ് കേട്ടോ. അപ്പം എന്താണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്? ക്യാബിനറ്റ് മിഷൻ പദ്ധതി അനുസരിച്ചാണ് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപം കൊണ്ടത്. അതുപോലെ തന്നെ 1949 നവംബർ 26 ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഭരണഘടന അംഗീകരിച്ചത്. അപ്പോൾ ഇതിന് ആൻസർ ഓപ്ഷൻ സി ആണ്. 2ഉം 4ഉം ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് കേട്ടോ. അടുത്തത് 27ാമത്തെ ചോദ്യം. ട്രാൻസ്ജെൻഡർ വ്യക്തികളെ മുഖ്യധാരയിൽ എത്തിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി അനന്യം പദ്ധതിയാണ്. 28 കേരളത്തിൽ GSDPയിലേക്ക് ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്ന മേഖല ഏതാണ്? ആൻസർ ഓപ്ഷൻ സി തൃതീയ മേഖലയാണ്. 29 തണ്ണീർത്തടങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി ഏതെന്നാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ശരിയായിട്ട് വരുന്നത് ഉപരിജലം സംരക്ഷിക്കപ്പെടുന്ന സ്വാഭാവിക ഇടങ്ങളാണ് തണ്ണീർത്തടങ്ങൾ, ശരിയാണ്. വയലുകൾ, കുളങ്ങൾ, ചതുപ്പ് നിലങ്ങൾ തുടങ്ങിയവ എല്ലാം താഴ്ന്ന പ്രദേശങ്ങളും തണ്ണീർത്തടങ്ങളിൽ ഉൾപ്പെടുന്നത്, ശരിയാണ്. പ്രകൃതിയിലെ സ്വാഭാവിക ജലസംഭരണികളാണ് തണ്ണീർത്തടങ്ങൾ. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉം 4ഉം ആണ് വരുന്നത് കേട്ടോ. 30ാമത്തെ ചോദ്യം. കേരള ദുരന്ത നിവാരണ അതോറിറ്റിയിലെ അംഗങ്ങൾ ആരെല്ലാം എന്നാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. മുഖ്യമന്ത്രി, റവന്യൂ മന്ത്രി, കൃഷിമന്ത്രി, ചീഫ് സെക്രട്ടറി. 31 കേരള നിയമസഭ പാസാക്കിയ കേരള കാർഷിക ബദ്ധ ബില്ലിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ് വെച്ചിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. മിച്ച ഭൂമിയുടെ ഉടമസ്ഥാവകാശം ജന്മിമാർക്ക് നൽകുക എന്നുള്ളതാണ്. 32ാമത്തെ ചോദ്യം. കേരളത്തിലെ 7ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ആൻസർ ഓപ്ഷൻ സി KN ഹരിലാലാണ്. 33 കേരളത്തിലെ ഇപ്പോഴത്തെ DGP ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. റവാഡ A ചന്ദ്രശേഖറാണ്. 34 ഏത് സാങ്കേതിക വിദ്യക്കാണ് 2020 കാർപെയിൻറ്റർ, ജെനിഫർ എഡോന എന്നീ ശാസ്ത്രജ്ഞർക്ക് രസതന്ത്ര നോബൽ പുരസ്കാരം ലഭിച്ചത്? ആൻസർ ഓപ്ഷൻ എ ആണ്. CRISPR-Cas9 ആണ് കേട്ടോ. അപ്പം 2022 നോബൽ പ്രൈസും ചോദിച്ചു, 2020 ചോദിച്ചിട്ടുണ്ട് ഇന്നത്തെ പരീക്ഷയിൽ. അപ്പോൾ 35ാമത്തെ ചോദ്യം നോക്കാം. ആൻറ്റിബയോട്ടിക്കുകൾക്കെതിരെ പ്രതിരോധ ശേഷിയുള്ള മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻറ്റ് ബാക്ടീരിയകൾ അറിയപ്പെടുന്നത് ഏത് നാമത്തിലാണ്? ആൻസർ ഓപ്ഷൻ സി സൂപ്പർ ബഗുകളാണ്. 36 കണ്ണുകളെ അണുബാധകളിൽ നിന്ന് സംരക്ഷിക്കുന്ന എൻസൈമിൻ്റെ പേരെന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ലൈസോസൈം ആണ്. 37 നോസിസെപ്ഷൻ എന്ന പ്രവർത്തനം ഏത് സംവേദനവുമായി ബന്ധപ്പെട്ടതാണ്? ആൻസർ ഓപ്ഷൻ എ വേദനയാണ്. 38 താഴെ തന്നിരിക്കുന്നതിൽ DNA ഇല്ലാത്ത നൈട്രജൻ ബേസ് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ യുറാസിനിലാണ്. 39 ലോക ഹൃദയ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. സെപ്റ്റംബർ 29 ആണ്. 40 അനേറോബിക് ശ്വസനം നടക്കുന്നത് ഏതിലാണ്? ആൻസർ ഓപ്ഷൻ സി ബാക്ടീരിയയിലാണ്. 41 RBCയിലെ വർണ്ണകം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ഹീമോഗ്ലോബിൻ ആണ്. 42 ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ വക്രത ആരം 6ഉം ഫോക്കസ് ദൂരം F ആണെങ്കിൽ രണ്ടും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന സമവാക്യം ഏത്? ആൻസർ ഓപ്ഷൻ സി F = R/2 ആണ്. 43 കുത്തനെ മുകളിൽ എറിഞ്ഞൊരു പന്ത് 100 മീറ്റർ മുകളിലേക്ക് സഞ്ചരിച്ച ശേഷം തിരിച്ച് അതേ സ്ഥാനത്ത് തന്നെ എത്തുകയാണെങ്കിൽ പന്തിൻ്റെ സ്ഥാനാന്തരം എത്ര ആയിരിക്കും? ആൻസർ ഓപ്ഷൻ എ 0 ആണ്. 44 മനുഷ്യന് ശ്രവണസാധ്യമായ ശബ്ദപരിധി താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. 20 ഹെഡ്സ് മുതൽ 20,000 ഹെഡ്സ് വരെ. 45 ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ ബി ശിവശക്തിയാണ്. 46 അപ്പാർ ഐ ഡി എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ്. ഒരു രാഷ്ട്രം ഒരു സ്റ്റുഡൻറ് ID എന്നുള്ളത്. 47 താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏതെന്നാണ് വെച്ചിരിക്കുന്നത്? അപ്പോൾ ഓപ്ഷൻ സി ആണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. വൈദ്യുതിയെ കടത്തിവിടാൻ കഴിവുള്ള ഒരു പദാർത്ഥമാണ് വജ്രം എന്നുള്ളതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവനയായിട്ട് വരുന്നത്. 48 താഴെ കൊടുത്തിരിക്കുന്നവരിൽ ഏതെല്ലാമാണ് ഉത്കൃഷ്ടവാതകം വാതകങ്ങൾ എന്നാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഏതൊക്കെയാണ് ഇതിനകത്ത്? ഹീലിയവും അതുപോലെ തന്നെ നിയോണുമാണ് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ആണ്. 2ഉം 4ഉമാണ് വരുന്നത്. 48. 49 കാർബൺ ഡയോക്സൈഡുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായിട്ടുള്ളത് ഏതാണ്? തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ ഡി ആണ്. കാർബൺ ഡയോക്സൈഡിൻ്റെ ജലീയ ലായനിയിൽ pH മൂല്യം 7നേക്കാൾ കൂടുതലായിരിക്കും എന്നുള്ളതാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. 50ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അമ്ലമഴയ്ക്ക് കാരണമാകുന്ന വാതകങ്ങൾ ഏതൊക്കെയാണെന്നാണ് വെച്ചിരിക്കുന്നത്? ഏതൊക്കെയാണ്? സൾഫർ ഡയോക്സൈഡും അതുപോലെ തന്നെ നൈട്രജൻ ഡയോക്സൈഡും. ഓപ്ഷൻ ബി ആണ്. 2ഉം 4ഉമാണ്. 51 താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെന്നാണ് വെച്ചിരിക്കുന്നത്? അപ്പോൾ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതൊക്കെയാണ്? അന്തരീക്ഷത്തിലെ സ്ട്രാറ്റോസ്ഫിയർ എന്ന പാളിയിൽ ഓസോൺ കൂടുതലായി കാണപ്പെടുന്നത്. അതുപോലെ തന്നെ സെപ്റ്റംബർ 16 അന്താരാഷ്ട്ര ഓസോൺ ദിനമായി ആചരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 1, 2 സ്റ്റേറ്റ്മെൻറ്റുമാണ് ശരിയായിട്ടുള്ളത്. 52 കേരള സർക്കാർ നൽകുന്ന ഏറ്റവും ഉന്നതമായ സാഹിത്യ പുരസ്കാരം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി എഴുത്തച്ഛൻ പുരസ്കാരമാണ്. 53 ആദ്യമായി ദേശീയ പുരസ്കാരം നേടിയ മലയാള ചലച്ചിത്രം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി നീലക്കുയിലാണ്. 54 വരിക വരിക സഹചരെ സഹന സമര സമയമായി എന്ന പ്രസിദ്ധ ഗാനം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ ഡി പയ്യന്നൂർ സത്യാഗ്രഹം.
55 താഴെ പറയുന്നവയിൽ ഏത് ക്ലാസിക്കൽ നൃത്തമാണ് ജനിച്ച ഗ്രാമത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ എ കുച്ചിപ്പുടിയാണ്. 56 എം ടി വാസുദേവൻ നായരുടെ രണ്ടാം ഊഴം എന്ന നോവലിൻ്റെ പ്രധാന കഥാപാത്രം ആരാണ്? ഓപ്ഷൻ ബി ആണ് ഭീമസേനൻ. 57 2023 നോട്ട് ചെയ്തോണ്ട് 2023 ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് മത്സരം നടക്കുന്നത് ഏത് രാജ്യത്താണ്? ആൻസർ ഓപ്ഷൻ സി ഇന്ത്യയിലായിരുന്നു. 58 ഇന്ത്യൻ ദേശീയ ടീമിൽ ഇടം നേടിയ മലയാളി താരമായ മിന്നുമണി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ സി ക്രിക്കറ്റാണ്. 59 സാധനങ്ങളിലെ ദ്വിമാന കോഡിൻ്റെ വിശദാംശങ്ങൾ സ്കാൻ ചെയ്യാൻ വ്യാപകമായി ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഉപകരണം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി QR കോഡ് റീഡറാണ്. 60 ഓപ്പൺ സോഴ്സ് ബ്രൗസർ സോഫ്റ്റ്വെയറിന് ഉദാഹരണം ഡാഷ് ആണ്. ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി മോസില്ല ഫയർഫോഴ്സ് ആണ്. 61 ഏത് നെറ്റ്വർക്ക് ഉപകരണം അതിലേക്ക് ബന്ധിപ്പിച്ചിരിക്കുന്ന എല്ലാ നോഡുകളുടെ വിലാസവും സംഭരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി ഹബ്ബാണ്. 62 ഒരു വെബ് പേജിൽ സ്ക്രോളിംഗ് ചിത്രങ്ങളും വാചകവും ഉൾപ്പെടുത്തുന്നതിനുള്ള ഒരു HTML ടാഗ് ഡാഷ് ആണ്. ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് മാർക്യൂ ആണ്. 63 കേരളത്തിലെ ഭൂമിശാസ്ത്രപരമായ സൂചന ടാഗ് നേടിയ ഏറ്റവും പുതിയ ഉൽപ്പന്നം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി കണ്ണാടിപ്പായയാണ്. 64 പോക്സോ ആക്ട് 2012 പ്രകാരം കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗികാതിക്രമ കേസുകൾ ആർക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ ആർക്കൊക്കെയാണ്? സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റിനും അതുപോലെ തന്നെ ലോക്കൽ പോലീസിനും കംപ്ലയിൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ബി ആൻഡ് സി ആണ്. 65 വിവാഹിതയായ ഒരു സ്ത്രീയോട് ലൈംഗിക ബന്ധം പുലർത്തുന്നത് ക്രിമിനൽ കുറ്റമായി കാണുന്ന ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ഒരു വകുപ്പ് സ്ത്രീകളോട് വിവേചനപരമായി നിലകൊള്ളുന്നു എന്ന കാരണത്താൽ 27 സെപ്റ്റംബർ 2018 ജോസഫ് ഷൈൻ വെസസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന സുപ്രധാന വിധിയിലൂടെ സുപ്രീം കോടതി അസാധുവാക്കി. ഏതാണ് ആ വകുപ്പ്? ആൻസർ ഓപ്ഷൻ ബി സെക്ഷൻ 497 ആണ്. 66 പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമം 1989 ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിൽ പ്രതിപാദിക്കുന്ന പ്രത്യേകതരം വിവേചനത്തിനെതിരെയുള്ള നിയമമാണ്? ആൻസർ ഓപ്ഷൻ സി ആർട്ടിക്കിൾ 17 ആണ്. 67 വിവരാവകാശ നിയമം 2005 പ്രകാരം സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷനുടെ പരമാവധി എണ്ണം എത്രയാണ്? ആൻസർ ഓപ്ഷൻ ഡി 10 ആണ്. 68 കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ ഗവൺമെൻറ് പിന്തുണയോടെ കൂടിയുള്ള OTT പ്ലാറ്റ്ഫോം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ സി സ്പേസ് ആണ്. 69 പോക്സോ ആക്ട് 2012 പ്രകാരം നിയമത്തിൻ്റെ നടത്തിപ്പ് നിരീക്ഷിക്കാൻ ഏത് അധികാരിയാണ് ഉത്തരവാദിത്തി എന്ന് ചോദിച്ചിട്ടുണ്ട്? ആൻസർ ഓപ്ഷൻ ബി ആണ് കുട്ടികളുടെ അവകാശ സംരക്ഷണത്തിനായുള്ള ദേശീയ കമ്മീഷൻ. 70ാമത്തെ ചോദ്യം ഗാർഹിക പീഡന നിയമപ്രകാരം നിയമിക്കപ്പെടുന്ന സംരക്ഷണ ഉദ്യോഗസ്ഥൻ്റെ പങ്ക് എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ് ഗാർഹിക സംഭവത്തെ റിപ്പോർട്ട് തയ്യാറാക്കുകയും നടപടിക്രമങ്ങളിൽ കോടതിയെ സഹായിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. 71 ഇനി മാത്സ് ആണ്. ആൻസർ പറയുവാണ്. 71ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് 115 ഡിഗ്രിയാണ്. 72ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് 5143 ആണ്. 73ൻ്റെ ആൻസർ ഓപ്ഷൻ എ 10 ആണ്. 74ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ സി 43 ആണ്. 75ൻ്റെ ആൻസർ ഓപ്ഷൻ സി 46 ആണ്. 76ൻ്റെ ആൻസർ ഓപ്ഷൻ ബി 15 ആണ്. 77ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ എ 35 ആണ്. 78ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി 0.594 ആണ് വരുന്നത്. 79 ഓപ്ഷൻ എ 158 ആണ്. 80ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ സി 3:5 ആണ്. ഇനി 81ാമത്തെ ചോദ്യം ഐഡൻറ്റിഫൈ ദ പാർട്ട് ഓഫ് ദ സ്പീച്ച് അണ്ടർലൈൻഡ് വേർഡ് ഓ ഐ ജസ്റ്റ് ഫോർഗോട്ട് ടു ബ്രിങ് ദ ബുക്ക്. അപ്പം ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ ഇൻ്റർജങ്ഷൻ ആണ്. 82ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് ഇൻ ആൻഡ് ഓൺ ആണ് വരുന്നത്. 83ൻ്റെ ആൻസർ ഓപ്ഷൻ സി ജോയിൻഡ് ആണ് വരുന്നത്. 84ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ബ്ലൂ ആണ് വരുന്നത്. 85ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ഹി വാസ് സെലക്ടഡ് ബൈ ദം ആണ് വരുന്നത്. 86ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് സുക്കോർ ആണ് വരുന്നത്. 87ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി കാളിറ്റ് എ ഡേ ആണ് വരുന്നത്. 88ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് അഗ്രവേറ്റ് ആണ് വരുന്നത്. 89ൻ്റെ ആൻസർ ഓപ്ഷൻ ബി സ്പ്ലാഷ് ആണ് വരുന്നത്. 90ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ എ ഇഫ് ദേ ഹാഡ് പ്ലേഡ് വെൽ ആണ് വരുന്നത്. 91 ഇനി മലയാളമാണ്. 91ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ശ്രേഷ്ഠമാണ്. 92ൻ്റെ ആൻസർ ഓപ്ഷൻ സി കീരമാണ്. 93ൻ്റെ ആൻസർ ഓപ്ഷൻ ബി നവനീതം പ്രാവ് എന്നുള്ളതാണ്. 94 ഓപ്ഷൻ ബി ആണ് ജഗത് പ്ലസ് നാഥനാണ്. 95 ഓപ്ഷൻ എ ശതകം ചൊല്ലുക. 96 ഓപ്ഷൻ സി നൈയായികൻ. 97 ഓപ്ഷൻ എ നിപേന്ദ്രൻ. 98 ഓപ്ഷൻ ഡി യവനി. 99ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ഉന്മുഖൻ. 100ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് റോഡിൽ കാണുന്ന സീബ്രോ വരകൾ പദയാത്രികൾക്ക് വേണ്ടിയുള്ളതാണെന്നാണ്. അപ്പോൾ ഇത്രയുമാണ് ഇന്ന് നടന്ന പരീക്ഷയുടെ ആൻസർ കീ ആയിട്ട് വരുന്നത്. ഇന്നത്തെ പരീക്ഷ എഴുതിയിട്ടുള്ള നമ്മുടെ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇന്നത്തെ പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതും രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ എത്ര മാർക്ക് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളതെന്ന് രേഖപ്പെടുത്തുക. ബാക്കിയുള്ള കൂട്ടുകാർ ഈ പരീക്ഷ എങ്ങനെ ഉണ്ടെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെ ഉണ്ടെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബാക്കിയുള്ള കൂട്ടുകാർ കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ
ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ എത്തുന്നതാണ്. താങ്ക്